Hello guys, welcome back to another video of Manglish Moments by Meera. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളാണെങ്കിൽ ഒരു ചെറിയ യാത്ര പോവാണ്. നമുക്ക് കുറച്ച് ബേബി സ്റ്റഫൊക്കെ കാണാനുണ്ട്, വാങ്ങാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പോവാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ ഗ്രണ്ടിങ് നോയ്സ് കേൾക്കാം. അതെൻ്റെ കുഞ്ഞാപ്പി കിടന്ന് ഉച്ച കേൾക്കുന്നതാണ്. സോ പ്ലീസ് ഇഗ്നോർ ദാറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ട് നമ്മൾ മാമാസ് ആൻഡ് പാപ്പാസിലേക്കാണ് പോകുന്നതെന്ന്. അപ്പം ഇവിടെ വെനസ്ബറിയിൽ വലിയൊരു മാമാസ് ആൻഡ് പാപ്പാസിൻ്റെ ഷോറൂമുണ്ട്. അപ്പോൾ അവിടെ വരെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിവിടെ സൗദികളിൽ നെക്സ്റ്റിനകത്തൊരു മാമാസ് ആൻഡ് പാപ്പാസ് ഉണ്ട്, അവിടേക്കാണ് പോകുന്നത്. അപ്പം നമ്മുടെ ബേബി സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളാണ്. അതിനുവേണ്ടി മാത്രമുള്ളതാണ് മാമാസ് ആൻഡ് പാപ്പാസ്. നേരത്തെ മദർ കെയർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അത് എനിക്കൊന്ന് 2019 അഡ്മിനിസ്ട്രേഷനിൽ പോയി. അപ്പോൾ ഇങ്ങനത്തെ കടകളിലൊക്കെയാണ് നമുക്ക് കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ എല്ലാ ഷോപ്പിൻ്റെ തന്നെ, അതായത് ഇപ്പോൾ ജോൺ ലൂയിസിനാണെങ്കിൽ അവരുടെ ബേബി സെക്ഷനുണ്ട്, എമാനസിന് അവരുടെ ബേബി സെക്ഷനുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഈ സാധനങ്ങൾ അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് ബൾക്കായിട്ട് എല്ലാ ഡിഫറെൻറ്റ് ബ്രാൻഡിൻ്റെയും ഇങ്ങനത്തെ കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഷോപ്പിൽ വേണം പോകാനായിട്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മളിന്ന് ഇറങ്ങിയിരിക്കുന്നത് കാർ സീറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 2 കാർ സീറ്റ് ഇങ്ങനെ കുറേ ഓൺലൈനിൽ പരതി 2 ഫൈനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് മാക്സിക്കോസിയുടെ 360 Pro 2ഉം പിന്നെ ഒന്ന് സൈബെക്സിൻ്റെ ക്ലൗഡ് TI സൈസ് കാർ സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടുമാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരു ഇൻഫൻറ്റ് അല്ലെങ്കിൽ പ്രീമി ബേബീസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. എന്തിനാണ് ഞാൻ ഇത് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ട്വിൻ ബേബീസാണ്, അവർ സ്മോൾ ബേബീസാണ്, പിന്നെ മിക്കവാറും പ്രീമച്ചുർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കാർ സീറ്റ് വേണം എന്നുള്ളത് കൊണ്ടാണ് ഇത് രണ്ടെണ്ണം ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒത്തിരി റിവ്യൂസുള്ള ഒരു ന്യൂ ബോൺ അല്ലെങ്കിൽ പ്രീമച്ചുർ ബേബീസിന് ഒത്തിരി റിവ്യൂസുള്ള 2 കാർ സീറ്റാണ്. പക്ഷേ ഇത് കണ്ടിട്ട് രണ്ടും കൂടെ നോക്കിയിട്ട് അതിൽ ഇഷ്ടപ്പെടുന്ന ഒരെണ്ണം ചൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇന്ന് വരുന്നത്. അപ്പോൾ ഞാൻ ഇവരുടെ നോക്കിയപ്പം ഇവർക്ക് ഇവിടെ ഷോപ്പിലുണ്ട്. പക്ഷേ നമുക്ക് ഒത്തിരി നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സൊക്കെ കാണണമെങ്കിൽ വെനസ്ബറിയിൽ പോവുകയാണ് ബെറ്റർ. പക്ഷേ നമുക്കിത് മെയിനായിട്ടും ഇത് നോക്കാനാണ് വരുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് ക്രിബൊക്കെ ഒന്ന് നോക്കണം. നമുക്ക് ട്വിൻ ബേബി ആയതുകൊണ്ട് ഈ സിംഗിൾ ക്രിബ് പറ്റില്ല ഒത്തിരി. പിന്നെ നമുക്ക് ബഗ്ഗി സിസ്റ്റം, അതായത് ട്രാവൽ സിസ്റ്റം കൂടി ഒന്ന് നോക്കണം. ഗബ്രു ഉണ്ടായ സമയത്ത് നമ്മൾ ട്രാവൽ സിസ്റ്റം ആയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് സൈബെക്സിൻ്റെ ക്ലൗഡ് TI കാർ സീറ്റ്. ഇതൊരു കൊക്കൂൺ പോലെ ഫുൾ അടഞ്ഞിരിക്കുന്ന, പിന്നെ ഇതൊരു ലൈഫ് ഫ്ലാറ്റ് ടെക്നോളജിയും ഉണ്ട്. നമുക്കിത് നിവർത്തി കിടത്താലും ഫുൾ 180 ഡിഗ്രി വരില്ല, ഏകദേശം ഒരു 15-20 ഡിഗ്രി ഇൻക്ലൈൻ കാണും. ഇപ്പോൾ മാക്സിക്കോസിയുടെ 360 Pro 2ഉം അതുപോലെ തന്നെ നമുക്ക് ലൈഫ് ഫ്ലാറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു സൈബെക്സ് ആണ് കുറച്ചും കൂടെ ലൈഫ് ഫ്ലാറ്റ് കൂടുതലുള്ളത്. പക്ഷേ മാക്സിക്കോസി 360 Pro 2ൻ്റെ ബേസ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, അതായത് റൊട്ടേറ്റ് ചെയ്തിട്ട് കാറിൻ്റെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സീറ്റ് ഊരിയെടുക്കാൻ എളുപ്പമാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ബേസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഇത് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ചൊരു ബെനിഫിറ്റൊന്നും തോന്നിയില്ല കണ്ടപ്പോൾ. അതുമാത്രമല്ല, അതിൻ്റെ ബേസിന് കുറച്ചും കൂടെ എക്സ്പെൻസീവാണ് ഈ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ബെനിഫിറ്റൊന്നും തോന്നാത്തതുകൊണ്ട് നമുക്ക് ഈ കാർ സീറ്റ് തന്നെയാണ് നമ്മൾ മെയിനായിട്ടും നോക്കുന്നത്. ബേസ് നമ്മൾ ഒഴിവാക്കി, ബേസ് നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ബേസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് ഇതിനൊരു ഡിഫറെൻ്റ് ആയിട്ട് സൈബെക്സിനുള്ളത്. പിന്നെ നമ്മൾ കാർ സിസ്റ്റം, ട്രാവൽ സിസ്റ്റം നോക്കിയപ്പോൾ നമുക്ക് ട്വിൻ ട്രാവൽ സിസ്റ്റം അല്ലെങ്കിൽ ടാൻഡം ട്രാവൽ സിസ്റ്റം കിട്ടുന്നത് വളരെ കുറവാണ്. നമ്പർ ഓഫ് ഓപ്ഷൻസ് വളരെ കുറവാണ്. ഇപ്പോൾ ഐ ക്യാൻഡിയുടെ ഒക്കെയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാർ സീറ്റും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം 3,000 pounds, നാട്ടിലൊരു 3 ലക്ഷം രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ സിംഗിൾ ബേബീസിനാണെങ്കിൽ ട്രാവൽ സിസ്റ്റം വാങ്ങാനായിട്ട് ഒരു 1,000 pounds താഴെയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മളുടെ എല്ലാ സംഭവം കൂടെ കൂടി കാർ സീറ്റ്, ബേസ്, അതുപോലെ തന്നെ ചാസസ്, പിന്നെ ക്യാരി കോട്ട്, സീറ്റ് യൂണിറ്റ്, പിന്നെ ബാക്കി ആക്സസറീസ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഏകദേശം 3,000 pounds ആവും. ഇതെല്ലാം ടാൻഡം ട്രാവൽ സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ട്വിൻസിന് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഐറിഷ് ട്വിൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാവൽ സിസ്റ്റമാണ്. അപ്പം നമ്മളിത് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇത്രയും വില ആയതുകൊണ്ട് നമ്മൾ ഈ കാരിക്കോട്ടൊന്നും കാര്യമായിട്ട് യൂസ് ചെയ്യത്തില്ല. എനിക്ക് ഗബ്രൂൻ്റെ സമയത്ത് യൂസ് ചെയ്ത് വന്നിട്ടില്ല. നമ്മളപ്പം ചെറിയ ബേബീസ് ആകുമ്പോൾ ഒത്തിരി പുറത്തേക്കൊന്നും പോവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കാർ സീറ്റ് നമുക്ക് ഏറ്റവും നല്ലത് നമുക്ക് വേണ്ടുന്നത് നോക്കി വാങ്ങാം. എന്നിട്ട് ട്രാവൽ സിസ്റ്റം വേറെ എന്തെങ്കിലും ഒരു നോർമലായിട്ടുള്ള വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറേ തപ്പിയിട്ട് സുമ്മി ഹാലോ എന്ന് പറഞ്ഞിട്ട് ട്രാവൽ സിസ്റ്റം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ഏകദേശം 600 pounds ആണ് ട്രാവൽ സിസ്റ്റത്തിനുള്ളത്. പിന്നെ നമ്മുടെ കാർ സീറ്റ് എല്ലാം കൂടെ വാങ്ങുമ്പോൾ ഏകദേശം 1,600 pounds ആവും. അപ്പം അത് പകുതിയല്ലേ ആവുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മളതെല്ലാം നോക്കിയിട്ട് ഇങ്ങ് പോകുന്നു.
അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോളുകളിൽ തന്നെയാണ്. രുചി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ വരുന്നത്. ഇതൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ മലയാളി ഷെഫും ഉണ്ട്, പിന്നെ ഒരു ഹൈദരാബാദി ഷെഫും ഉണ്ട്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ച് ടൈമിലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ മട്ടൻ ചോപ്സും പിന്നെ മസാല ദോശയും പിന്നെ ഞാനും റൈസും ബിരിയാണിയൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഫുഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആക്രാന്തത്തിൽ ആദ്യം അതെല്ലാം കഴിച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഗബ്രുവിന് ഇവിടെ മസാല ദോശയുണ്ട്, പിന്നെ മട്ടൻ ചോപ്സ് ആയിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ലാം ചോപ്സ്. അത് ഇവരുടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയത് ബിരിയാണിയാണ്. നമ്മുടെ ഹൈദരാബാദി സ്റ്റൈൽ ബിരിയാണിയാണ്. ഇവർക്ക് മറ്റേ നമ്മുടെ മലബാറി സ്റ്റൈൽ ബിരിയാണിയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഹൈദരാബാദിയാണ്, അതുകൊണ്ട് നമ്മളതാണ് വാങ്ങിയത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ പോയാൽ മതി. അങ്ങനെ ഞാൻ സൈബെക്സിൻ്റെ ക്ലൗഡ് ടീ ആയി കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ മാക്സി ക്യൂസീറ്റ് എനിക്ക് തോന്നുന്നു അവരുടെ കാർ സീറ്റിൽ കാർസിനോജൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ജർമ്മനിയിൽ എന്തോ ടെസ്റ്റ് ചെയ്തപ്പം. അതും കൂടി ആയപ്പോഴത്തേക്കും ഞാൻ സൈബെക്സ് കൺഫേം ചെയ്തു. പക്ഷേ ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ ഓൺലൈനായിട്ട് വാങ്ങാനാണ് എൻ്റെ പ്ലാൻ. കാരണം എനിക്ക് ക്വിറ്റ്കോ വഴി കുറച്ച് ക്യാഷ് ബാക്കൊക്കെ കിട്ടും, 10-15 മിനിറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനത് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാൻ ഓർഡർ കൊടുത്തു, ഓൺലൈനായിട്ട് ഓർഡർ കൊടുത്തു, വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറി ടീം, എൻ്റെ സ്വന്തം കമ്പനിയാണ് കേട്ടോ, എറിഞ്ഞിട്ടിട്ട് പോയി ബാക്ക് യാർഡിലേക്ക്. അപ്പോൾ ഞാനതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കാർ സീറ്റൊക്കെ എറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പാക്റ്റ് ഡാമേജ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ എയർ ബാഗ് വർക്ക് ചെയ്യില്ല. അപ്പോൾ കാർ സീറ്റൊക്കെ താഴെ, അതുകൊണ്ടാണ് സെക്കൻഡ് ഹാൻഡ് വാങ്ങരുതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് മാമസ് ആൻഡ് പാപ്പാസിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്കിത് ഫുൾ റീപ്ലേസ് ചെയ്ത് തന്നു കേട്ടോ. അവർ നെക്സ്റ്റ് ഡേ തന്നെ അവർ കളക്ട് ചെയ്തു, അതിന് നെക്സ്റ്റ് ഡേ അവർ ഡെലിവറി ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് റൈസ് പറഞ്ഞു അവരിത് സെയിം തന്നെ തിരിച്ച് ഡെലിവറി ചെയ്യുമെന്ന്. അതുകൊണ്ട് ഞാനിതിൻ്റെ സീരിയൽ നമ്പേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്തിട്ടാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ പുതിയത് വരുമ്പോൾ എനിക്ക് നോക്കാമല്ലോ ഇവർ സെയിം തന്നെയാണോ അയച്ചു തന്നിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ ഞാനിത് എൻ്റെ മാനേജർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ സ്വന്തം കമ്പനിയാണല്ലോ. ഇപ്പോൾ ഇതൊരു ബാഡ് കസ്റ്റമർ സർവീസാണ്, ഇങ്ങനെയല്ല ഡെലിവറി ചെയ്യേണ്ടത്. ഞങ്ങൾ അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ നോട്ടിട്ടിട്ട് കളക്ഷനോ അല്ലെങ്കിൽ ഡെലിവറിക്കോ ചെയ്യുകയാണ് വേണ്ടുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യാതെ എറിഞ്ഞിട്ടിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത റൈസ് പറയുന്നത് ഞാൻ ഒത്തിരി ആൾക്കാരുടെ ചോറിൽ മണ്ണ് വാരിയിരുന്ന പരിപാടിയാണ് കാണിക്കുന്നതെന്നാണ്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം. നമ്മുടെ ജോലി എത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, വി ഹാവ് ടു ടേക്ക് പ്രൈഡ് ഇൻ അവർ ജോബ്. നമ്മൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ടും വൃത്തിയായിട്ടും സന്തോഷത്തോടും സ്നേഹത്തോടും ചെയ്യുമ്പോഴാണ് അതിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നതും റിസൾട്ട് ഉണ്ടാവുന്നതും.